അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മതസമുദായാംഗങ്ങൾക്ക് ആമുഖാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, നമുക്കൊക്കെ പ്രിയങ്കരനായ മുഹമ്മദ് കുട്ടി ഹാജി, അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് പ്രഗത്ഭരും പ്രതിഭാസമ്പന്നരുമായ KMCCയുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പോഷക ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട ബഹുമാന്യ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സമയദൈർഘ്യം ഉണ്ടാക്കുന്നില്ല. ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കാരണം ഈ ഹാള് നിറഞ്ഞ് കവിയുമാറ് മനോഹരമായ ഒരു ക്യാമ്പ്, ഒരു കൺവെൻഷൻ ഇതുപോലെ UDFന് വേണ്ടി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടിപ്പിച്ച നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി ആരൊക്കെ പരിശ്രമിച്ചുവെങ്കിലും അത് വളരെയധികം ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. ഞാൻ വളരെ ചുരുക്കി ഒരു പ്രസംഗത്തിന് പകരം നിങ്ങളുടെ മനസ്സിനോട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു സ്വകാര്യം പറച്ചിൽ. വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ സമയമല്ല, പ്രസംഗത്തെക്കാളേറെ പ്രവർത്തനത്തിൻ്റെ സമയമാണിപ്പോൾ. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ കൃത്യമായും കണിശമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഒരു കല്യാണപ്പന്തലിൽ വന്ന പോലെ വന്നു പോയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു നിശ്ചയദാർഢ്യത വേണം. ഈ ക്യാമ്പ് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ മനസ്സിൽ വേണം. അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തെ എവിടെയാണെങ്കിലും ശരി, മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകം രണ്ടെണ്ണമാണ്. ഞാൻ പറയുന്ന വിഷയം നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ. രണ്ടു പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് ജീവൻ നിലനിർത്താനുള്ള അവകാശം, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം. രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കാനുള്ള അവകാശം. ജീവനും ഭക്ഷണവും കിട്ടിയാൽ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യവും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കിട്ടിയാൽ പിന്നെ പഠിക്കാം, കൂലിപ്പണിയെടുക്കാം, വളരാം, വിദേശത്ത് പോകാം, എന്തും ചെയ്യാം, പലതും ചെയ്യാം. ഇത് രണ്ടുമാണ് അടിസ്ഥാനപരമായ ആവശ്യം. ഈ ആവശ്യം നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ ഒരുപാട് പരിചയമുള്ള ആളുകളും സഞ്ചരിച്ച ആളുകളും പല നാടുകൾ താണ്ടിയ ആളുകളും ഒക്കെ ഉണ്ടാവും. മുസ്ലിങ്ങളുമുണ്ട്, അമുസ്ലിങ്ങളുമുണ്ട്. ഇവിടെ ജാതി മത പരിഗണനയില്ല. അതുകൊണ്ട് തന്നെ ഈ അവകാശത്തെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ ഇസ്ലാമിക ചരിത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കണം, ഹിന്ദുക്കൾ പ്രത്യേകിച്ചും മറ്റു മതസ്ഥർ പ്രത്യേകിച്ചും. ഇസ്ലാമിൻ്റെ പ്രവാചകനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ജൽ ഹാദ ബലദൻ ആമിന. അള്ളാഹുവേ, ഈ നാട് നീ ഒരു സമാധാനത്തിൻ്റെ നാടാക്കണം. എന്ന് പറഞ്ഞാൽ കൊലപാതകമില്ലാതെ, തമ്മിൽ വൈരമില്ലാതെ, തമ്മിലടിയില്ലാതെ സമാധാനപരമായി മനുഷ്യന് ജീവിക്കാനുള്ള സൗകര്യം, ജീവൻ നിലനിർത്താൻ അവകാശം വേണമെന്നർത്ഥം. എന്നിട്ട് ഇബ്രാഹിം നബി തങ്ങൾ പിന്നെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം, വർസുഖ് അഹ്ലഹു മിന തമറാത്തി. ഭക്ഷണം അവർക്കൊക്കെ നീ കൊടുക്കണം, നല്ല പഴങ്ങളോ മറ്റോ ഭക്ഷണം കൊടുക്കണം. ഇതൊരു അവകാശം. അവിടെ ഇബ്രാഹിം നബി ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, മൻ ആമന മിൻഹും ബില്ലാഹി വൽയൗമിൽ ആഖിർ. നിന്നെ വിശ്വസിച്ചവരും പരലോക വിശ്വാസമുള്ളവരുമായ ആളുകൾക്ക്, അതായത് മുസ്ലിങ്ങൾക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒറ്റവാക്കിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത് മുസ്ലിങ്ങൾക്ക് ജീവിത സുരക്ഷിതത്വവും ഭക്ഷണവും കൊടുക്കണം എന്നാണ്. പക്ഷെ അപ്പോൾ അള്ളാഹു ഇടപെട്ടു. അള്ളാഹു പറഞ്ഞു വമൻ കഫറ, അതെല്ലാ ജാതിക്കും വേണം, അത് മുസ്ലിങ്ങൾക്ക് മാത്രം പോരാ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഖുർആൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ജീവിക്കാനുള്ള അവകാശവും ഭക്ഷണം കഴിക്കാനുള്ള അവകാശവും എല്ലാ ജാതിക്കും വേണം. അള്ളാഹു പറയാണ് ഞങ്ങളോട്, നമ്മളോട്. അപ്പോൾ ഇതിലുള്ള അമുസ്ലിങ്ങളൊക്കെ മനസ്സിലാക്കണം, ഭൂമിയിൽ ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും സുരക്ഷിതമായി കഴിയാനുള്ള അവകാശം എല്ലാവർക്കും വേണം. അത് നിലനിർത്തി കൊടുക്കുന്നവനാണ് ഭരണാധികാരി, ഭരണകർത്താവ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടം. ഇത് രണ്ടിനും എതിരായാൽ എന്താവും? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് ഒന്ന്, ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. അഖ്ലാഖിനെ കൊന്നു, ജുനൈദിനെ കൊന്നു. അഖ്ലാഖും ജുനൈദും മുസ്ലിങ്ങളായതുകൊണ്ടാണോ കൊന്നതല്ല. പിന്നെയോ ഫാസിസ്റ്റുകൾ അവരുടെ വിദ്വേഷം തീർത്തതാണ്. അല്ലെങ്കിൽ പിന്നെ ഗൗരി ലങ്കേഷിനെ കൊല്ലണോ, മല്ലേശപ്പ കൽബുർഗിയെ കൊല്ലണോ? ജാതി നോക്കിയിട്ടില്ലല്ലോ അവർ. ഫാസിസത്തിനെതിരാണോ അവരെ കൊല്ലുക? ഫാസിസത്തിനെതിരാണെങ്കിൽ അവരെ കൊല്ലുക. അതിനെതിരെ എഴുതിയാൽ കൊല്ലുക.
അതിനെതിരെ പ്രസംഗിച്ചാൽ കൊല്ലുക. ഏറ്റുമുട്ടൽ കൊലപാതകമുണ്ടാക്കി എത്ര ആളെ കൊന്നു നമ്മുടെ രാജ്യത്ത്? വെടിവെപ്പിലൂടെ പട്ടാളം എത്ര പേരെ കൊന്നു നമ്മുടെ രാജ്യത്ത്? ജീവിതം നിങ്ങൾക്കത് അനുഭവിക്കാത്തത് നിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടാണ്. ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ദലിതരുടെ, ഉത്തരേന്ത്യയിലെ പിന്നോക്ക വർഗ്ഗക്കാരുടെ അവസരം നോക്ക് നിങ്ങൾ. എന്താണ് അവരുടെ അവസ്ഥ? ജീവിക്കാൻ ഗതിയില്ല പാവങ്ങൾക്ക്. നന്ദിഗ്രാമിലൊക്കെ ആട്ടിയകറ്റപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടാൽ വേദനിച്ചു പോകും. നമുക്ക് ആരാൻ്റെ വേദന മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത്തൊന്ന് ഭക്ഷണം. ഇന്ന ഭക്ഷണം കഴിക്കണമെന്നൊരു ഗവൺമെൻറ് നിർബന്ധിക്കാൻ പാടുണ്ടോ? പശുപാംശം സൂക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ കൊന്നില്ലേ? പശുവിൻ്റെ പേരിൽ മാത്രം ഇന്ത്യയിൽ 100-ലധികം കൊലപാതകം നടന്നു. അടിച്ചു കൊന്നു മനുഷ്യനെ. മാത്രമല്ല അത് കടത്തി എന്നതിൻ്റെ പേരിൽ വാഹനത്തിൻ്റെ ഉടമകളെയും വാഹനത്തിലെ പാവം ജോലിക്കാരെയും, ഈ ജോലിക്കാരനല്ല ഇത് കടത്തുന്നത്. ഒരു പശുവിനെ ഒരു വണ്ടിയിൽ കൊണ്ടുപോകുന്ന മനുഷ്യൻ, അവനത് കൊണ്ടാക്കിയതിൻ്റെ കൂലി വാങ്ങാൻ പോകുന്ന പാവം, അവൻ അടിച്ചു കൊന്നു. എന്നിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോമാംസം കയറ്റി അയക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയത് എങ്ങനെയാ? ഈ രാജ്യത്തെ കുത്തക കമ്പനികൾ കാലികളെ അറുക്കുന്നു, അതിൻ്റെ ഇറച്ചി കയറ്റുമതി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അത് അധികവും ഗോമാംസമാണ്, പശുമാംസമാണ്. അവർക്കത് ചെയ്യാം. പക്ഷെ പാവപ്പെട്ടൊരു മനുഷ്യൻ പശുവിൻ്റെ ഇറച്ചി തിന്നാൽ അവൻ അടിച്ചു കൊല്ലും. ഈ ഒരു ഗതിയിലേക്ക് ഒരു രാജ്യത്തെ എത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളൊന്ന് ഉണർന്ന് ചിന്തിക്കണം. ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തമായ ഒരു കാഴ്ചപ്പാടാണ് പഞ്ചവത്സര പദ്ധതി. 5 കൊല്ലം രാജ്യത്ത് എന്ത് ചെയ്യണം എന്ന് ആസൂത്രണ കമ്മീഷൻ നടപ്പാക്കും. അതിന് ആസൂത്രണ ബോർഡ് രൂപീകരിച്ചു. രാജ്യത്ത് നടപ്പാക്കേണ്ട ശ്രമങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് എല്ലാ പ്രദേശത്തും, ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണല്ലോ, അതിനുള്ള പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. ആസൂത്രണ ബോർഡ് തന്നെ പിരിച്ചുവിട്ടു ഈ ഗവൺമെൻറ്. ആസൂത്രണ ബോർഡ് പിരിച്ചുവിട്ടു. അങ്ങനെ ബോർഡ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങളെ പാർട്ടി ഓഫീസിൽ തീരുമാനിക്കുന്നത് ഞങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ അർത്ഥം. അത് താന്തോന്നിത്തമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ചെയ്യാൻ പറ്റുമോ? നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രിയല്ല, അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അയാൾക്ക് അയാളുടെ ഗുജറാത്തും കേരളവും തുല്യമാണ്. പക്ഷെ എന്താ ചെയ്തത്? ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട് അവർക്ക് ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടത് കൊടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾ അവഗണിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേയുടെ ബജറ്റ് അവതരിപ്പിക്കും, എന്നിട്ട് ഓരോ സംസ്ഥാനത്തിനും എന്തൊക്കെ വേണം തീരുമാനിക്കും. റെയിൽവേയുടെ ബജറ്റ് തന്നെ നിർത്തി. ആ ബജറ്റ് വേണ്ടെന്ന് വെച്ചു. ഏകാധിപത്യം. നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെൻറ് ഭരണകൂടം എന്ന രീതിയിൽ നീതിന്യായ വകുപ്പിനെ സ്വാധീനിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്തെ കുറ്റപ്പെടുത്തിയിരുന്ന ആൾക്കാരുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, അടിയന്തരാവസ്ഥ കാലത്ത് പോലും ജഡ്ജിമാർ പുറത്തിറങ്ങി വന്നിട്ട് ഞങ്ങളെ ഗവൺമെൻറ് സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജി ചേലമേശ്വർ തൻ്റെ കൂടെയുള്ള ജഡ്ജിമാരെ പുറത്തു കൊണ്ടുവന്ന് കോടതി നടപടി നിർത്തിവെച്ച് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ഗവൺമെൻറ് നിർബന്ധിച്ച് തെറ്റ് ചെയ്യിക്കുന്നു. പരസ്യമായി കോടതിയിലെ ജഡ്ജി പറയാം. നമുക്ക് ആർക്കെങ്കിലും ഒരു അനീതി നേരിട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ കോടതിയെ സമീപിക്കും. അതിൻ്റെ ലാസ്റ്റാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയെ ഈ വിധം ഒരു ഗവൺമെൻറ് സ്വാധീനിച്ചാൽ നാളെ നിങ്ങൾക്ക് എവിടുന്ന് നീതി കിട്ടും? നമ്മുടെ രാജ്യത്തൊരു കേസുണ്ടായി. ഒരു കൊലപാതകം നടന്നു എന്നിരിക്കട്ടെ, ദുരൂഹമാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പോലീസിനെ ഏൽപ്പിക്കും. പോലീസ് അന്വേഷിച്ച് പരാജയപ്പെട്ടാൽ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടാലോ പിന്നെ ഏറ്റെടുക്കുന്ന ഏജൻസിയാണ് CBI. CBIയുടെ തലപ്പത്തുള്ള ആളെ ഇവർ നിർബന്ധിച്ചു ഇവർ പറഞ്ഞതുപോലെ ചെയ്യാൻ. കാരണം എന്താ? കുറേ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുണ്ടായി. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാക്കാത്തത്, നിങ്ങളെ മക്കളെയോ ആരെങ്കിലുമോ അങ്ങനെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാൽ കാണാമായിരുന്നു. ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടത് ശരിയായ ഏറ്റുമുട്ടലല്ല എന്ന് കോടതിയിൽ കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിലെയും അതുപോലെ തന്നെ മറ്റു കോടതികളെയും പരാമർശവും CBIയുടെ അന്വേഷണവും കണ്ടെത്തലും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ CBIയുടെ ഡയറക്ടറെ മാറ്റി. CBI എന്ന ഏജൻസിയെ ഒന്നുമല്ലാതാക്കി. അപ്പോൾ ഇവർ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം
ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ത്വലാഖിന്മേൽ കൈവച്ചത്. ആ ത്വലാഖിന്മേൽ കൈവച്ചുകൊണ്ട് ഇവർ നമ്മുടെ രാജ്യത്ത് ചെയ്ത പ്രവർത്തനം എന്താ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സാംസ്കാരികമായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ സ്വവർഗരതി പോലും അവർ രാജ്യത്ത് നിയമപരമായി അംഗീകരിച്ചു. സംസ്കാരമില്ലാത്തൊരു രാജ്യമാക്കാൻ പോവാണ് നമ്മുടെ രാജ്യത്തെ. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടക്കാതെ പോയത് എന്തുകൊണ്ടാ? രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. രാജ്യസഭയിലും കൂടി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർ പലതും ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ സൈലൻ്റായി ഞാൻ ഈ പറയുന്ന വിഷയം ഗൗരവത്തോടെ സ്ത്രീകൾ മനസ്സിലാക്കണം. നിങ്ങൾ കേൾക്കാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് നിർണായകമാണ്, നിർണായകമാണ്, നിർണായകമാണെന്ന് പറയാറുണ്ട്. പക്ഷേ എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും നിർണായകമാണ്. കാരണം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണല്ലോ നമ്മൾ ഏറ്റവും വാശി കാണിക്കാറുള്ളത്. അതിനേക്കാൾ വാശി കാണിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. എന്താണ് കാരണം? നരേന്ദ്രമോദി ഗവൺമെൻറ് ഒന്നുകൂടി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് നാളെ പ്രതിഷേധിക്കാൻ പോലും അവസരം ഉണ്ടാവില്ല. ഒരു സമരം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ വരും. ഏകാധിപതിയെ പോലെ അവർ ഭരിക്കും. ലോക്സഭയിലെ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരിക്കാം. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് നിയമങ്ങൾ മാറ്റാൻ പറ്റാത്തത്. രാജ്യസഭയുടെ ഭൂരിപക്ഷവും കൂടി അവർക്ക് കിട്ടിയാൽ രാജ്യത്ത് അവർ ചെയ്യുന്ന പണി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെ നന്നായി ചിന്തിച്ച് ഈ ഗവൺമെൻറ് വരാതിരിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് വരാതിരിക്കാനുള്ള പ്രവർത്തനം എന്താണ് എന്ന് ചിന്തിക്കണം. ഈ ഗവൺമെൻറ് വരാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ആർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ നിങ്ങൾ? ഇന്ത്യയിൽ ആകെ മത്സരം രണ്ട് കൂട്ടർ തമ്മിലാണ്. 543 സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 420 സീറ്റിൽ കോൺഗ്രസ്, 450 സീറ്റിൽ BJP. ബാക്കിയുള്ളവരാരും മത്സര രംഗത്തൊന്നുമല്ല. 9 മെമ്പർമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ. 9 മെമ്പർമാരേ ഉള്ളൂ. 9 മെമ്പർമാർ. ആ 9 മെമ്പർമാരുള്ള പാർട്ടി 80 സീറ്റിലെ ഇന്ത്യയിൽ മത്സരിക്കുന്നുള്ളൂ. അവരൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ എടുത്തു കാണിക്കുന്നില്ല. അവർ ഇന്ത്യ ഭരിക്കുന്നവർ പറയുന്നില്ല. കേരളത്തിൻ്റെ പുറത്ത് കോൺഗ്രസിനോട് അവർക്ക് വിരോധമില്ല. എന്നാൽ BJP വരാതിരിക്കാൻ അവരെന്താ ചെയ്യേണ്ടത്? 100 ആൾ വോട്ട് ചെയ്യുമ്പോൾ 30 ആൾ മാത്രമേ BJPക്ക് വോട്ട് ചെയ്യൂ എന്നതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ തത്വശാസ്ത്രം. ബാക്കി 70 വോട്ട് മതേതര വോട്ടാണ്. 70 വോട്ടുകൾ ഇന്ത്യ ശരിക്ക് പഴയ പോലെ നിലനിൽക്കണം എന്നുള്ള വോട്ടാണ്. ആ 70 വോട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ആ 70 വോട്ട് ഇവിടെ 3-4 പെട്ടിയിലാക്കുകയാണ്. UDFന്റെ പെട്ടിയിലേക്കും LDFന്റെ പെട്ടിയിലേക്കും SDP-യുടെ പെട്ടിയിലേക്കും പിന്നെ അതുപോലെ തന്നെ മറ്റു ചില പാർട്ടികളുടെ പെട്ടികയിലേക്കും. എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ശരിക്കും ഈ വോട്ടുകളെ ഭിന്നിപ്പിക്കണം. ഈ 70 വോട്ട് ഭിന്നിച്ചാൽ 30 വോട്ട് ജയിക്കും. 70 വോട്ട് 3 പെട്ടിയിലിട്ടാൽ 30 വോട്ട് വീഴുന്ന പെട്ടിക്കാരൻ ജയിക്കും. അതല്ലേ രാഷ്ട്രീയം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും BJP വരാതിരിക്കണമെന്ന് പറയുന്നത് ഹിന്ദുക്കളോടുള്ള വിരോധമല്ല. ഹിന്ദു സമുദായത്തോട് നമുക്കൊരു വിരോധമില്ല. ഹൈന്ദവ സമുദായവും മുസ്ലിം സമുദായവും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാലോ. ഇപ്പം ഇവിടെ KMCCയുടെ പ്രവർത്തനം ഇരിപ്പുണ്ട്. മമ്മൂട്ടി ഹാജിയൊക്കെ KMCCയുടെ പ്രവർത്തനത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എനിക്ക് വളരെ കാലത്ത് അടുത്ത ബന്ധമുണ്ട്. ഞങ്ങളുടെ പൂക്കോട്ടൂരിലെ ഹജ്ജ് ക്യാമ്പിനൊക്കെ വലിയ സഹായം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് സാമ്പത്തികമായി പാവങ്ങളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടന്ന KMCCയുടെ തലപ്പത്തുള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഇവരൊരു ബൈത്തുറഹ്മ കൊടുക്കുമ്പോൾ ജാതി നോക്കലില്ലല്ലോ. CH സെൻ്ററിലൂടെ മരുന്ന് കൊടുക്കുമ്പോൾ ജാതി നോക്കാറില്ലല്ലോ. ഏത് ജാതിക്കും സഹായം ചെയ്യുക മനുഷ്യനാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഭൂമുഖത്ത് ജീവിക്കുന്നവർക്ക് ആർക്കെന്ത് സഹായം ചെയ്താലും പടച്ചറപ്പ് പ്രതിഫലം തരും. അത് നമ്മുടെ വിശ്വാസമാണ്. അള്ളാഹു നമുക്കത് തരുമെന്ന വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ജാതീയമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഏർപ്പാട് രാജ്യത്ത് പാടില്ല. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വെച്ച് ചെയ്ത പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ അദ്ദേഹം വളരെ മനസ്സ് തട്ടി പറഞ്ഞൊരു വാക്കുണ്ട്. ഹിന്ദിയിലായിരുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അയാൾ പറഞ്ഞു, പാകിസ്ഥാൻ ഇന്ത്യയിൽ ജാതീയമായി മനുഷ്യനെ വേർതിരിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് കുഴപ്പമുണ്ടാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. 70 കൊല്ലമായി പാകിസ്ഥാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് 5 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ചെയ്തു. 70 കൊല്ലം പാകിസ്ഥാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് 5 കൊല്ലം കൊണ്ട് ഈ BJPയുടെ ഗവൺമെന്റ് ചെയ്തു എന്ന് പ്രസംഗിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര മുസ്ലിങ്ങളും ഹിന്ദുക്കളും നമ്മുടെ സംഘടനമുണ്ടായി?
എന്നാൽ അവർ രാഷ്ട്രീയമായി വല്ല പുരോഗതിയും വരുത്തിയോ? നിങ്ങൾ വായിച്ചോ പത്രത്തിൽ? ലോകത്ത് 30 നഗരങ്ങൾ, പട്ടണങ്ങൾ മലിന നഗരങ്ങളുടെ പട്ടികയിലാണ്. 30 നഗരം, അതിൽ 22 ഇന്ത്യയിലാണ്. അതിലൊന്ന് വാരാണസിയാണ്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി മത്സരിക്കുന്നത്. സ്വന്തം മണ്ഡലം ലോക മാലിന്യ പട്ടികയിൽ നിന്ന് നീക്കാൻ പറ്റാത്ത ഒരു വ്യക്തി രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ സേവിക്കുന്നു എന്ന് ചിന്തിക്കാൻ വേറെ വല്ലതും വേണോ? അയാൾ ചെയ്യുന്ന പ്രവർത്തനം നോക്ക് നിങ്ങൾ. കോൺഗ്രസിന്റെ ഒരു നേതാവും ഇന്നേ വരെ ഇവർ പ്രസംഗിക്കുന്ന പോലെ വർഗീയത പ്രസംഗിച്ചിട്ടില്ല. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന പണിയെടുത്തിട്ടില്ല. തമ്മിൽ ഭേദമെങ്കിലും നിങ്ങൾ ചിന്തിക്ക്. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ തുടർന്നു പോരുന്നൊരു മതേതര സ്വഭാവമുണ്ട് കോൺഗ്രസിന്. ആ കോൺഗ്രസിന്റെ മതേതര സ്വഭാവമാണ് ശരിക്കും നമ്മൾ പിന്തുടരേണ്ടത്. ആ കോൺഗ്രസിന് ശക്തി പകരണമെന്ന് നമ്മൾ പറയുന്നത് എന്തിനാ? ഇന്ത്യൻ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രപതി മന്ത്രിസഭ ഉണ്ടാക്കാൻ വിളിക്കൽ ആരെയാ? ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള പാർട്ടിയെ. ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള പാർട്ടി BJP ആണെങ്കിൽ BJP ക്ഷണിക്കും. ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്തുണയുണ്ടാക്കാൻ പല പണികളുമുണ്ട്. കുതിര കച്ചവടം എന്നതിന് പറയും, പണച്ചാക്കൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അവരെ ക്ഷണിക്കാതെ കോൺഗ്രസിനെ ക്ഷണിക്കണം. അതിനെന്ത് വേണം? എങ്ങനെയെങ്കിലും ഒരു മെമ്പറെ കോൺഗ്രസിന് കൂട്ടിക്കൊടുക്കണം. ഇനി കോൺഗ്രസിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇരിക്കാം, ലീഗിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഇരിക്കാം. ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാൻ തൽക്കാലം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിൻബലം കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ BJP ഇന്ത്യയിൽ ഭരണകൂടം ഉണ്ടാക്കാൻ ക്ഷണിക്കപ്പെടും. അതില്ലാതാക്കണമെങ്കിൽ ഇവിടെ ശരിക്ക് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്ന പ്രവർത്തനം മതേതര വോട്ട് ഭിന്നിപ്പിക്കലാണ്. കാരണം അവരൊരിക്കലും ഇന്ത്യ ഭരിക്കുന്നവർക്ക് പ്രതീക്ഷയില്ല. പിന്നെ അവരിവിടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന എന്തിനാ? തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ കോൺഗ്രസുമായിട്ട് ഒപ്പാണല്ലോ. കോൺഗ്രസുമായി ഒപ്പം നിൽക്കുന്നു. 2 സീറ്റിൽ നിന്ന് BJPയെ 977 നിന്ന് 82 സീറ്റിലേക്ക് 80 സീറ്റിലപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, സത്യം പറയുകയാണ്. നിങ്ങൾ പഠിച്ചു നോക്ക്. പാലക്കാട്ട് ഇവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ LK അഡ്വാനി വന്ന് പ്രസംഗിച്ചു. CPMന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അഡ്വാനി വന്ന് പ്രസംഗം. എന്തേ പ്രശ്നം? കോൺഗ്രസിനെ തോൽപ്പിക്കുക, വേറൊന്നുമില്ല. അന്ധമായി കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പ്രസംഗിച്ച് പ്രവർത്തിച്ച് ഈ കോൺഗ്രസിനെ ഇറക്കിയിട്ട് അവർ കയറ്റിയത് BJPയാണ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് ഇതുപോലത്തെ ഒരു വർഗീയത ഇതുവരെ കാണിച്ചിട്ടില്ല. ഇന്ന് BJP പറയുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നു. നിങ്ങൾക്ക് പറ്റുമോ? എല്ലാ ജാതി മതസ്ഥർക്കും ഒരേ നിയമം ഈ രാജ്യത്ത് പറ്റുമോ? ഹൈന്ദവ സമൂഹത്തിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ നിയമമാണ്. എന്നിട്ട് മതവിശ്വാസികളെ തമ്മിൽ തല്ലിക്കുക, മതവിശ്വാസികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക. ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കി. എന്തിനാ ശബരിമല പ്രശ്നത്തിൽ കോടതി ഇടപെടിച്ചത്? ശബരിമലയിൽ ആര് കയറണം, ആര് കയറണ്ട, ഏത് പ്രായത്തിൽ കയറണം, ഏത് പ്രായത്തിൽ കയറണ്ട, ആരാ തീരുമാനിക്കേണ്ടത്? കോടതിയാ? അല്ല. മനുഷ്യരാ? അല്ല. പോലീസാണോ? അല്ല. ഗവൺമെന്റ് ആണോ? അല്ല. അത് അവിടുത്തെ തന്ത്രിമാരും പൂജാരിമാരും അവരുടെ മതത്തിന്റെ നേതാക്കളും തീരുമാനിക്കണം. അമ്പലത്തിൽ ആര് കയറണം? അമ്പലത്തിലൊരു മേധാവി ഉണ്ടാവും. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ പള്ളിയിലെ ഇമാമ് ഖത്തീബ് പോലെ അവരാ തീരുമാനിക്കേണ്ടത്. അതിൽ കോടതി ഇടപെടാൻ പാടുണ്ടോ? മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുന്നതിന് പോലീസ്, പട്ടാളം, അവിടെ വമ്പിച്ച കുഴപ്പം. കുറച്ച് ചെറുപ്പക്കാരി പെണ്ണുകളെ തയ്യാറാക്കിയിട്ട് അവിടെ കയറ്റാനും കോലാഹലം ഉണ്ടാക്കാനും. പണ്ട് കാലം മുതൽ മനുഷ്യൻ ആചരിച്ചു പോരുന്നൊരു ആചാരമുണ്ട്. ആചാരങ്ങളെ തകർക്കാൻ പാടില്ല. ഹിന്ദുക്കൾക്കൊരു ആചാരമുണ്ട്, അത് അതുപോലെ നിന്നോട്ടെ. മുസ്ലിംകൾക്കൊരു ആചാരമുണ്ട്, അതുപോലെ നിന്നോട്ടെ. ആചാരങ്ങളിൽ കൈ കടത്തി പ്രശ്നമുണ്ടാക്കുന്ന ആൾക്കാരാരാ? അതിന് പിൻബലം കൊടുത്തു നമ്മുടെ കേരള ഗവൺമെന്റ് പോലും. അപ്പൊ ശരിക്കും നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് വന്നപ്പോൾ കേരളത്തിൽ DGP ആക്കി വെച്ചത് വരെ ആരെയാ? BJP പറഞ്ഞ ആളെ. ഇവർ സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന ഈ വിരോധം കാപ്പഡ്യമാണ്. ഞാൻ ആക്ഷേപിച്ച് പറയല, നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും വേണ്ട, നമ്മുടെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ കോൺഗ്രസും BJP മത്സരിക്കുമ്പോൾ അതിനിടയ്ക്ക് CPMന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കോൺഗ്രസിന്റെ പിന്തുണ നൽകുന്ന കക്ഷികൾ, ആ കക്ഷിയാണ് ഇവിടെ മത്സരിക്കുന്ന മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ജയിച്ചു ചെന്നാൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്ന ഉറപ്പാ. ഇവർ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കണമെങ്കിൽ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. എന്താ കാരണം? ഇനി കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുമെന്ന് അവർ സമ്മതിക്കുന്നുവെങ്കിൽ പിന്നെന്തിനാ ഇവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്? ഈ 20 മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് എന്തിനാ? മാത്രമല്ല അവര് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിനെ പിന്തുണക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവരുടെ ആ കാപ്പട്യ രാഷ്ട്രീയത്തിൽ നിന്നും നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്. ഞാൻ അതിലേക്കാണ് എൻ്റെ മനസ്സ് തുറക്കുന്ന, സമയം കളയുന്നില്ല, വളരെ ചുരുക്കി കുറച്ച് പറഞ്ഞ് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിലെടുക്കേണ്ട ഒരു പ്രതിജ്ഞ, ഒന്ന്, ഞാൻ നമ്പർ ഇട്ടാ പറയുന്നത്, ഞാൻ നിങ്ങളെ 4-5 കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒരു 4-5 കാര്യങ്ങൾ നിങ്ങളെ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ സ്ത്രീകൾ പ്രത്യേകിച്ചും, കാരണം നിങ്ങൾ അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹ എന്നൊക്കെയാണ് അറബിയിൽ പറയാറുള്ളത്. പെണ്ണ് ഒരു വീട്ടിൻ്റെ നായികയാണ്. ഒരു പെണ്ണിൻ്റെ ഒരു കുടുംബം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും പുരുഷന്മാർക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നരേന്ദ്രമോദി ഗവൺമെൻറ് ഇറങ്ങണം എന്ന ഒരു നിശ്ചയദാർഢ്യത നിങ്ങൾക്കുണ്ടാവണം. അത് കേന്ദ്രത്തിലല്ലേ അവിടെയല്ലേ എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം എന്താ, അത് ഇറക്കണമെങ്കിൽ ചെയ്യേണ്ട പണി ഒരിക്കലും രണ്ടാമത് അവർ ക്ഷണിക്കപ്പെടാതിരിക്കാനുള്ള പണി ചെയ്യണം. നരേന്ദ്രമോദി ഗവൺമെൻറ് ഇറങ്ങണം. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഒരേ സ്വരാണ്. അതെല്ലാവരും സമ്മതിക്കുന്നു, നരേന്ദ്രമോദി ഇറങ്ങണം, എല്ലാവരും സമ്മതിക്കുന്നു. 2, ആര് കയറണം എന്നുകൂടി നിങ്ങൾ തീരുമാനിക്കണം. ആര് കയറണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കയറിയെങ്കിൽ മാത്രമേ കോൺഗ്രസിനെ കയറാൻ പറ്റൂ. പരീക്ഷണത്തിന് സമയമില്ല, കോൺഗ്രസിനെ കയറാൻ പറ്റൂ. അപ്പൊ കോൺഗ്രസ് കയറിയെങ്കിലേ തൽക്കാലം ഇന്ത്യ രക്ഷപ്പെടും. തൽക്കാലം ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ കോൺഗ്രസ് കയറണം. അതിനെന്ത് വേണം? കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെയും ജയിപ്പിക്കാനുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. നരേന്ദ്രമോദിയെ ഇറക്കണമെന്നും കോൺഗ്രസിനെ കയറ്റണമെന്നും. ഇനി കോൺഗ്രസിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറിയിട്ട് എന്താ കാര്യം? ഒന്നാരും ഭരിക്കാൻ കഴിയില്ല. ഇനി അവർ ഭരിച്ചാലോ ഏക സിവിൽ കോഡ് അവരും കൊണ്ടുവരും. ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്ന അവർ പറയുന്നുണ്ട്. സംവരണ പ്രശ്നത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ അവരില്ല. പിന്നെ അവർ കൂട്ടിത്തരെന്താ കാര്യമുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 2 നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി മൂന്നാമത് ചെയ്യേണ്ടത്, ഒരൊറ്റ വോട്ടും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് ചെയ്യണം. ഒരു വോട്ടും നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊരു ജിഹാദാണ്, ഇതൊരു വലിയ ധർമ്മസമരമാണ്. ഈ ധർമ്മസമരത്തിൽ ഒരു വോട്ടും നഷ്ടപ്പെടാതിരിക്കാൻ കണിശമായി പ്രവർത്തിക്കണം. 4-മത്തേത്, നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന അത്ര വോട്ടുകൾ നിങ്ങളെ കുടുംബത്തിലോ ബന്ധുക്കളിലോ സ്നേഹജനങ്ങളിലോ എവിടെയൊക്കെ വോട്ടുണ്ടോ, ആദ്യം പറഞ്ഞ നിങ്ങളെ വോട്ട് പാഴാക്കരുത് എന്നാണ്. 2, നിങ്ങളെ ബന്ധുജനങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ വോട്ടും ചെയ്യാതെ പോകരുത്. ആ വോട്ട് മുഴുവൻ UDF-ന്റെ പെട്ടിയിൽ വീഴത്തക്ക വിധമുള്ള എല്ലാ ക്യാമ്പയിനും നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങണം. 5-മത്തേത്, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കാത്ത കുറേ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾ ആരും ഇപ്പോൾ വോട്ട് ചെയ്യൂല എന്ന അഭിപ്രായം ആർക്കുമില്ല. നിങ്ങൾ വോട്ട് ചെയ്യും. അതിനുവേണ്ടി വലിയൊരു സമ്മേളനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാർ, അതുകൊണ്ടാണ് വിളിച്ചിട്ട് വന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിഷ്പക്ഷർ എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ച ആളുകൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചിന്തിച്ചുകൊടുക്കുകയാണ്. എന്തിനാപ്പോൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്? നരേന്ദ്രമോദി ഇറങ്ങിയാൽ അവർ കയറൂല, പിന്നെ മതേതര വോട്ട് ഭിന്നിക്കണ്ട, ആ പഴുതിലൂടെ BJP കയറണ്ട, തൽക്കാലം നമ്മൾ ഇയാൾക്ക് വോട്ട് കൊടുക്കും. കാരണം എന്താ, ബുദ്ധിയുള്ള രാഷ്ട്രീയം തിരിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോ ET മുഹമ്മദ് ബഷീർ സാഹിബിനോ അവർ ലീഗാണെങ്കിലും വോട്ടാണ് കൂടിക്കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം കൂടിക്കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷം ഇന്ത്യയിൽ കണക്കൂട്ടും. ശതമാനം പറയൽ അങ്ങനെയാണ്. അപ്പോൾ ഇത്ര ശതമാനം വോട്ട് BJPക്ക് എതിരാണ്, ഇത്ര ശതമാനം വോട്ട് കോൺഗ്രസ് മുന്നണിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ തുറന്നെഴുതും. രാഷ്ട്രീയ നിരീക്ഷകർ അത് കൃത്യമായി പഠിപ്പിക്കും. അപ്പം നിങ്ങൾ 5-മതായി ചെയ്യേണ്ടത്, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ സമീപിക്കുക, പണിയെടുക്കുക. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 4-5 ദിവസം നിങ്ങൾ ശരിക്കും അവരെ സമീപിച്ചിട്ട് കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഈ ജിഹാദിൽ നിങ്ങൾക്കുള്ളൊരു ഉപകാരം അവിടെ കാണണം. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി ജീവിതമായിട്ട് തീർത്തിട്ട് കാര്യമില്ലല്ലോ. ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഈ വിഷയത്തിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളിപ്പോൾ പ്രതിജ്ഞ ചെയ്യുക. ചുരുങ്ങിയതൊരു 4-5 വോട്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ 5 വോട്ട് ഉണ്ടാക്കിയാൽ എത്ര വോട്ടുണ്ടാവും? നിങ്ങളെ സുഹൃത്തുക്കൾ, നിഷ്പക്ഷരായി നിൽക്കുന്ന ആളുകൾ, കഴിഞ്ഞ തവണ ആർക്കോ വോട്ട് ചെയ്ത ആൾക്കാർ, അവരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി ശരിക്കും നിങ്ങളെ ഒപ്പം നിർത്തിയിട്ട് ആ വോട്ട് UDF-ന്റെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് നിങ്ങൾക്ക് കഴിയോ? എന്നാൽ ഈ കൺവെൻഷൻ വിജയിച്ചു. നിങ്ങൾ വോട്ട് ചെയ്താൽ ഈ കൺവെൻഷൻ വിജയിക്കൂല, നിങ്ങളെ കുടുംബക്കാരും വോട്ട് ചെയ്താൽ ഈ കൺവെൻഷൻ വിജയിക്കൂല. ഒരാൾ ഒരു 5 വോട്ടെങ്കിലും ശേഖരിക്കണം. എങ്ങനെ? പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള, എന്നാൽ ഉറച്ച മറുപാർട്ടിക്കാരല്ലാത്ത. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
ഈ തെരഞ്ഞെടുപ്പിൽ ഉറച്ച പാർട്ടിക്കാരായ ഇടതു ചിന്താഗതിക്കാർ പോലും തൽക്കാലം ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണ് നല്ലത് എന്ന അഭിപ്രായക്കാരൻ. കാരണം എന്താ, നരേന്ദ്രമോദി ഇറങ്ങണമെന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അഥവാ ഇന്ത്യയിൽ BJP എങ്ങാനും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വന്നു എന്നാൽ ഭൂരിപക്ഷം ഇല്ലാന്ന് വിചാരിക്കുക, ആദ്യം രാഷ്ട്രപതി ക്ഷണിക്കുക അവരെയാണ്. അവരെ ക്ഷണിച്ചാൽ അവരെങ്ങനെയും പൈസ കൊടുത്തും കാല് മാറ്റി ആളുണ്ടാക്കും. അത് അപകടമാണ്. അവസാനമായി പറയാനുള്ളത്, ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, നന്നായി ദുആ ചെയ്യാം, പടച്ച റബ്ബിനോട് പറയാം. അമുസ്ലിം സുഹൃത്തുക്കളും പ്രാർത്ഥിക്കുക, അവർക്കുണ്ടല്ല പ്രാർത്ഥന. അവനവൻ്റെ മതം അനുവദിച്ച തരത്തിൽ പടച്ച റബ്ബിനോട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ ഗവൺമെൻറ് ഒന്ന് ഇറങ്ങിക്കിട്ടണം. എന്നിട്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ജാതിക്കും സുഖമായിട്ട് തമ്മിൽ തല്ലാതെങ്കിലും ഒന്ന് കഴിയണം. ഇനി പശുവിൻ്റെ പേരിൽ ഇവിടെ കൊലപാതകം ഉണ്ടാകാൻ പാടില്ല. ഇനി അഖ്ലാഖിനെയോ ജുനൈദിനെയോ കൊന്നു കുഴിച്ചു മൂടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മുടെ രാജ്യത്ത് വർഗീയത ഉണ്ടാകാൻ പാടില്ല. ഇനി ഗുജറാത്ത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇനി ഗോദ്രയിൽ തീ കൊടുത്തതുപോലെ പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ തീ കൊളുത്തി കൊന്നത് നിങ്ങൾ കണ്ടില്ലേ? ഗോദ്രയിൽ അല്ലാതെ തന്നെ ഇപ്പോൾ തൊട്ടടുത്തൊരു ദിവസം പാവം ഒരു മുസ്ലിം മനുഷ്യനെ അടിച്ചിട്ട് പന്നിമാംസം തീറ്റി. മുസ്ലിം ആവട്ടെ ഹിന്ദുവാട്ടെ മനുഷ്യന്മാരെ ദ്രോഹിക്കുന്ന ഏർപ്പാട് ശരിയാണോ? ദ്രോഹകരമായ നടപടിയല്ലേ ഈ ചെയ്യുന്നത്? ഇതിനെതിരെ ശബ്ദിച്ച സ്വാമിമാരെ പോലും ആക്രമിച്ചു, മഹർഷിമാരെ പോലും അവർ ആക്രമിച്ചു. അവർക്ക് മതബോധമല്ല, അവർക്ക് മതത്തോടല്ല സ്നേഹം, അവർക്ക് അവരുടെ അധികാരം നിലനിർത്തണം, അത് മാത്രമേ ആഗ്രഹമുള്ളൂ. പട്ടാളക്കാരെ വരെ കൊല്ലുകയാണവർ. ഒരു കാര്യം അവസാനമായി മനസ്സിലായിക്കോ, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പട്ടാളത്തിന് പൂർണ്ണാധികാരം കൊടുക്കും. ഇനി അധികാരത്തിൽ വന്നാൽ പട്ടാളത്തിന് പൂർണ്ണാധികാരം കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ പട്ടാളക്കാർ എവിടെയെങ്കിലും വെടിവെപ്പുണ്ടാക്കിയാൽ, എവിടെയെങ്കിലും പട്ടാളക്കാർ ആയുധം പ്രയോഗിച്ചാൽ ഗവൺമെന്റിന് വിശദീകരണം കൊടുക്കണം. കോടതിയിൽ ചോദ്യം വരും, പട്ടാളത്തിന് പൂർണ്ണാധികാരം കൊടുത്താൽ തീവ്രവാദികൾ എന്ന് പേരിട്ട് 10 എണ്ണത്തിന് വെടിവെച്ചാണ് കൊന്നാൽ ചോദിക്കാനും പോലും പറ്റൂല. എവിടെയെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തി അവർ വെടിവെപ്പ് നടത്തിയാൽ ചോദിക്കാൻ പറ്റൂല. അവിടെ നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എല്ലാവർക്കും സമയം അല്പം വൈകിയാണ്. ഞാനിങ്ങോട്ട് മുഹമ്മദ് സാഹിബ് പറഞ്ഞാൽ ഞാൻ നേരത്തെ വരാൻ തയ്യാറായതാണ്. പക്ഷെ റോഡിലൊക്കെ നിങ്ങൾ പോയി നോക്ക്, റോഡ് ഷോ ആണ്, ബ്ലോക്കാണ്. ഞാൻ വളരെ നേരത്തെ പുറപ്പെട്ട് 2 ബ്ലോക്കിൽ പെട്ടുകൊണ്ടാണ് വൈകിയത്. ഇല്ലെങ്കിൽ ഞാൻ കൃത്യസമയത്ത് ഇവിടെ എത്തും. എനിക്ക് അദ്ദേഹം പറഞ്ഞാൽ, അദ്ദേഹവുമായുള്ള ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ബന്ധമല്ല. ഇവരൊക്കെ ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തനം നമ്മൾ കണ്ണിൽ കാണുകയാണ്. അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, ഒരു മനുഷ്യൻ അതിൻ്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ, അതുപോലെ ഇവരൊക്കെ അതിൻ്റെ തലപ്പത്ത് നിൽക്കുമ്പോൾ ആ പ്രവർത്തനം നമുക്കൊരു മതിപ്പുണ്ടാക്കുകയാണ്. അതാണ് അവരോടൊക്കെയുള്ള മതിപ്പ്. ആ മതിപ്പ് കൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് എന്നെ അദ്ദേഹം വളരെ നേരത്തെ ഇത് അറിയിച്ചിരുന്നു. ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാം. ഇവിടെ പോണ്ടിച്ചേരി മുഖ്യമന്ത്രി വന്നു പോയില്ലേ, പ്രഗത്ഭരായ ആളുകൾ വന്നു, നിങ്ങളോട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒറ്റ കാര്യം അവസാനമായി പറഞ്ഞു, ഈ 6 കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കിയേ പറ്റൂ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങളോട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് മുഹമ്മദ് സാഹിബ് പറയുന്നത്. എവിടെ എത്തിയിരുന്നു തങ്ങൾ? 2 മിനിറ്റ് കൊണ്ട് താങ്കൾ എത്തും. ഞാൻ എത്ര സമയം വരെ പ്രസംഗിക്കാൻ തയ്യാറാണ്. ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഈയിടെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് വരെ ഭരിച്ച ഒരു ഭരണകൂടവും സംസ്ഥാനങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ബംഗാളിലെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും നേരിട്ട പോര്, ഏറ്റുമുട്ടൽ പോലെ. പണ്ട് നമ്മുടെ രാജ്യത്ത് ഈ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതിലപ്പുറം നമ്മുടെ സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടക്കുന്നത്. ഈ ശ്രമത്തിനെതിരെ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളിതാ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അകത്ത് കയറി തങ്ങളിൽ വരുമ്പോൾ തങ്ങളുടെ ഉപദേശം ഒന്ന് കേൾക്കാൻ സജ്ജമാകണേ. ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ സദസ്സിലേക്ക്. ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ പ്രതീക്ഷാനിർഭരമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്കറിയാലോ ഈ തങ്ങളെക്കുറിച്ച്, ഞാൻ പറയണ്ടല്ലോ. വിദേശത്ത് ഒരു സഹോദരൻ ഒരു കൊലപാതകം നടന്ന് ആ കൊലപാതകത്തിൽ ഈ സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ കൊലപാതകം ചെയ്ത ആൾ തമിഴ്നാട്ടുകാരനാണ്. തങ്ങൾ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേട്ടതായിരിക്കും. ആ തമിഴ്നാട്ടുകാരനായ ആളാണ് കൊല ചെയ്ത്. അവൻ്റെ ഭാര്യ
കുവൈത്തിലെ നിയമം അനുസരിച്ച് ജയിലിലിടും, പിന്നെ ശിക്ഷിക്കും. കോമ്പൻസേഷനായി ഒരു തുക കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റും. തങ്ങളെ മുമ്പിൽ ആ പെണ്ണ് വന്ന് യാചിച്ചപ്പോൾ 25 ലക്ഷം രൂപ ആ പെണ്ണിൻ്റെ ഭർത്താവിനെ കൊലക്കാരിൽ നിന്ന് രക്ഷിക്കാൻ അമുസ്ലിം പെണ്ണായിട്ട് കൂടി കേരളക്കാരി അല്ലാഞ്ഞിട്ട് കൂടി ലക്ഷങ്ങൾ പിരിപ്പിച്ച് ഒരു ഹിന്ദുവായ യുവാവിനെ അയാളുടെ ഭാര്യക്ക് ജീവനോടെ തിരിച്ചു കൊടുത്ത സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ UDFന്റെ പാരമ്പര്യം, അതാണ് മനുഷ്യത്വം. അഖിലാഖിനെ കൊന്നവർ പഠിക്കട്ടെ, ജുനൈദിനെ കൊന്നവർ പഠിക്കട്ടെ, മല്ലേഷപ്പ കൽബുർഗിയെ കൊന്നവർ പഠിക്കട്ടെ, ഗൗരി ലങ്കേഷിനെ കൊന്നവർ പഠിക്കട്ടെ. വിദേശത്ത് തൂക്കിലേറ്റപ്പെടുമായിരുന്നൊരു ഹിന്ദു യുവാവിനെ പാണക്കാട്ടെ കൊടപ്പരക്കൽ വന്നുകൊണ്ട് ആ യുവാവിൻ്റെ ഭാര്യ ബഹുമാനപ്പെട്ട തങ്ങളുടെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ആ യുവാവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി വിദേശത്തെ കോടതി ആവശ്യപ്പെട്ട തുക കെട്ടിവെക്കാൻ തങ്ങൾ പിരിപ്പിച്ചു കൊടുത്തു. അത് മാന്യതയാണ്. ആളുകളെ കൊല്ലുന്ന രാഷ്ട്രീയക്കാർ പഠിക്ക്. കാസർഗോഡ് 2 കോൺഗ്രസിന്റെ യുവാക്കളെ ഒറ്റ ദിവസം വെട്ടി നുറുക്കി. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കി. നമ്മുടെ രാജ്യത്ത് മനുഷ്യന്റെ ജീവന് വിലയില്ലാതാക്കിയവർ. ഷുഐബ് എന്നൊരു ചെറുപ്പക്കാരൻ, മമ്മൂട്ടിയക്കാരനെ പോലെയായിരുന്നു, അതിനേക്കാളും മനോഹരമായി സേവനം ചെയ്യുന്ന ആളൊരു ചെറുപ്പക്കാരൻ, ഒരുപാട് സാമൂഹ്യ സേവകൻ. ആ കുട്ടി എന്തിനാ കൊന്നത് ഷുഐബിനെ? അവരെയൊക്കെ കൊന്നവർ പഠിക്കട്ടെ. കൊലക്കാരിൽ തൂങ്ങുമായിരുന്ന ഹിന്ദു ചെറുപ്പക്കാരന് ജീവൻ തിരിച്ചു കൊടുത്ത തങ്ങളാ വന്നിരിക്കണേ. അത് ഒരു മനുഷ്യത്വത്തിന്റെ പ്രവർത്തനം. അവിടെ ഒരു ഹിന്ദു അല്ലേ, ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോനായത്. ആ തങ്ങളുടെ പാരമ്പര്യത ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ 6 കാര്യം ഒന്നുകൂടി പറയാം. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മനസ്സ് 1, നരേന്ദ്രമോദി ഇറങ്ങണം എന്നത് കൃത്യമായി പഠിച്ച് ഇറക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ആക്കം കൂട്ടണം. കോൺഗ്രസ് ഗവൺമെന്റ് മാത്രമേ ബദലുണ്ടാകൂ. കോൺഗ്രസ് കയറാൻ എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് കോൺഗ്രസ് പിന്തുണക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രം വോട്ട് ചെയ്യണം. വോട്ട് ഭിന്നിപ്പിക്കുന്നവരെ തിരിച്ചറിയണം. വളരെ ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കുക. 3, ഒരൊറ്റ വോട്ടും നിങ്ങൾ പാഴാക്കാൻ പാടില്ല. ഒരൊറ്റ വോട്ട് പാഴാക്കാൻ പാടില്ല. 4, നിങ്ങളെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവരുടെയും വോട്ട് ചെയ്യിച്ചു എന്ന് ഉറപ്പുവരുത്തണം. 5, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഇളകി നിൽക്കുന്ന നിഷ്പക്ഷരായ ആർക്കാ വോട്ട് ചെയ്യേണ്ടെന്ന് അറിയാതെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം കോൺഗ്രസ് എന്തായാലും കയറാൻ സാധ്യതയുണ്ട്, BJP വീഴും വേണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായാലും കയറാൻ സാധ്യതയില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് എന്താ എന്ന് ചിന്തിക്കുന്ന ഇടതുപക്ഷക്കാരുണ്ടാവും. നിങ്ങൾ വ്യക്തിബന്ധമുള്ളവർ, കൂടെ പഠിച്ചവർ, അതുപോലെ ബിസിനസ് ബന്ധമുള്ളവർ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ ഒന്ന് സ്വാധീനിച്ചിട്ട് അങ്ങോട്ട് പോയേക്കാവുന്ന 10 വോട്ട്, ഒരു 5 വോട്ടെങ്കിലും തിരിച്ചുകിട്ട് മറിക്കുക. ആ പണി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 6-മത്തേത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എല്ലാ ജാതിക്കാരും ദുആ ചെയ്യുക. ഈ മുസീബത്ത് നീങ്ങിയിട്ട് നല്ലൊരു ഗവൺമെന്റ് നമുക്ക് വരണം. അള്ളാഹു സഹായിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം, പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയ സമ്മേളനത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മളുടെ ഈ മഹാസംഗമത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ആദരണീയനായ പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനരായ അധ്യക്ഷൻ മാതാപ്പുഴ മമ്മൂട്ടി സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെയൊക്കെ സ്നേഹിതനും സ്നേഹനിധിയുമായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ്, മറ്റു UDFന്റെ നേതാക്കളെ, ഭയങ്കരായ സഹോദരി സഹോദരന്മാർ, ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ മാതാപ്പുഴ മമ്മൂട്ടി സാഹിബ് പറയായിരുന്നു, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരം വലിയൊരു കുടുംബ സംഗമം നടന്നിട്ടില്ല എന്ന്. അത്രയധികം ജനനിബിഡമായ ഒരു കുടുംബം, ചേളാരി മുതൽ ചിനക്കരങ്ങാടി വരെയുള്ള മുഴുവൻ വാർഡിലെയും ആളുകളെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനത്തിന് പ്രതീതി ഉണ്ടാക്കിയ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വന്ന അതിഥി എന്ന് പറയുന്നത് പോണ്ടിച്ചേരി മുഖ്യമന്ത്രി നാരായണസ്വാമി. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ യുവജനയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച് ഇപ്പോൾ ഓർമ്മയുണ്ട്. പത്രത്തിലുള്ള നേതാക്കൾ വന്നു. ഇവിടെ ഈയൊരു കുടുംബ സദസ്സിൽ ബഹുമാന്യരായ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് ഈ ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെ നാം സംരക്ഷിക്കണം, അതിൻ്റെ ബാധ്യത എന്താണെന്നുള്ളത് ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ബാധ്യതയെക്കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളോട് ഉണർത്തി കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി കൂടുതൽ സമയമില്ല. കൂടുതലും നമ്മളിവിടെ ജനാധിപത്യവും ഫാഷിസവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണ്. അവിടെ ജനാധിപത്യം ജയിക്കണം. ഇന്ത്യക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇന്ത്യ ജനതയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പൂവണിയാനാണ് നമ്മൾ സർക്കാരിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ 5 വർഷം ഇന്ത്യയുടെ സ്വപ്നങ്ങൾ അത് കാറ്റിൽ പറത്തുന്ന ഒരു ഗവൺമെൻറ്റായിരുന്നു. അവിടെയാണ് ഒരു പുതിയ ഉദയസൂര്യനെ പോലെ ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് ശക്തി പകരാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കോണിയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.